ഈ കളിച്ച് ചിരിച്ചിരിക്കുന്ന ആളുടെ തലമുടി ഒന്ന് കളഞ്ഞിട്ട് വന്നാലോ? അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് പഴനിക്കാണ് കേട്ടോ. തമിഴ്നാടുള്ള പഴനിയൊന്നല്ല, നമ്മുടെ തൃശ്ശൂർ ചോച്ചേരിക്കുന്നിലുള്ള കേരള പഴനിക്കാണ് ഞങ്ങൾ പോയത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പിളായിരുന്നു. ഞാനും ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഞാൻ ഇത്രയും ഒരു ഭംഗി പ്രതീക്ഷിച്ചില്ല. നമുക്കിതിൻ്റെ ടോപ്പിൽ നിന്നിട്ട് നോക്കിയാൽ കാണുന്ന വ്യൂ ഉണ്ടല്ലോ, അത്രയും മനോഹരമാണ്. നമ്മുടെ തൃശ്ശൂർ മൊത്തം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള ഒരു അമ്പലമാണ്. പഴനി പോലെ തന്നെ കുറേ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് പോകാൻ പറ്റുന്ന അമ്പലമാണ്. നമ്മൾ മെയിനായിട്ട് വന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, തലമുടി കളയുക എന്നുള്ളത്. ഇനി മൊട്ടടിക്കാനിരുന്ന ഈ സന്തോഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ആൾ ഭയങ്കര അലമ്പായിരുന്നു. ഫുള്ള് ആ തല മുടി വരണ്ടി കഴിയുന്നവരെ കരഞ്ഞായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ പിടിച്ച് സമാധാനിപ്പിച്ച് ഇതേപോലെയാക്കി കേട്ടോ. ആൾ കരച്ചിലൊക്കെ കഴിഞ്ഞൊന്ന് ഉഷാറായിരിക്കുകയാണ്. അവിടുത്തെ അടുത്ത വഴിപാട് എന്ന് പറയുന്നത് തലമുണ്ടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താലത്തിൽ സുബ്രഹ്മണ്യ സ്വാമിക്കുള്ള വേലെടുത്തിട്ട് അമ്പലത്തിലേക്ക് കയറാന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ അതാണ് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും ഒരു തട്ടൊക്കെ എടുത്തായിരുന്നു വേലൊക്കെ വെച്ച് നമ്മൾ പിന്നെ അമ്പലത്തിനകത്തേക്ക് കയറണം കേട്ടോ. എന്നിട്ട് പിന്നെ ആരാണോ തലമുണ്ടനം ചെയ്തത് അവരുടെ രക്ഷിതാക്കൾ ഇതുപോലെ കാവടി എടുത്തിട്ട് അമ്പലത്തിന് ചുറ്റും ഒരു നാമം ചൊല്ലി പ്രദക്ഷിണം ചെയ്യണം കേട്ടോ. ഇതാണ് അവിടുത്തെ മെയിൻ വഴിപാട് വരുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ഇത്രയും ദൂരം തമിഴ്നാട് പഴനി പോയി ചെയ്യാൻ പറ്റാത്ത വഴിപാടുകളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൃശ്ശൂർ ഇവിടെ വന്ന് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ.